അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. വെൽക്കം ടു ലീഗൽ ക്ലബ്. ഞാൻ അഡ്വക്കേറ്റ് ഉബൈദ് സഖാഫി വണ്ണക്കോട്. ഇന്ന് നമ്മുടെ വിഷയ സംബന്ധമായ ടോപ്പിക്ക് വസിയത്ത് എന്നതാണ്. ലീഗലി അതിനെ സംബന്ധിച്ച് വസിയത്ത് എന്നും വില്ല് എന്നും പറയുന്നുണ്ട്. തൻ്റെ സ്വത്ത് കാലശേഷം സ്വാർജിത സ്വത്താവട്ടെ അല്ലെങ്കിൽ കുടുംബ സ്വത്താവട്ടെ ആർക്ക് നൽകണമെന്ന നിശ്ചയത്തോടു കൂടി എഴുതി വെക്കുന്ന ഒരു ലീഗൽ ഡോക്യുമെൻ്റാണ് വില്ല് എന്ന് പറയുന്നത്, അഥവാ വസിയത്ത് എന്ന് പറയുന്നത്. ഈ വസിയത്ത് ആരുടെ പേരിലും എഴുതാവുന്നതാണ്. അത് വ്യക്തിയുടെ പേരിലാവാം, ഇനി അതല്ല ഒരു ബോഡിയുടെ പേരിലാകാം, സൊസൈറ്റി ആക്ട് പ്രകാരം രജിസ്ട്രേഷൻ ചെയ്ത രജിസ്ട്രേഷൻ്റെ പേരിലാകാം, പള്ളിയുടെ പേരിലാകാം, ട്രസ്റ്റിൻ്റെ പേരിലാകാം, ഏത് പേരിലും എഴുതി വെക്കാവുന്നതാണ്. ഇവിടെ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങൾ കടന്നു വരാറുള്ളത് എങ്ങനെയാണ് ഒരു വിൽപത്രം എഴുതേണ്ടത് എന്നതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം എഴുതി വച്ച വിൽപത്രം അവകാശികൾക്ക് എപ്പോഴാണ് ലഭിക്കുന്നത് എന്നതാണ്. വളരെ പ്രധാനപ്പെട്ട രണ്ട് ചോദ്യങ്ങളാണ്. ഈ വില്ല് എന്ന് പറയുന്നത് വളരെ എളുപ്പത്തിൽ എഴുതാൻ പറ്റുന്നൊരു ഡോക്യുമെൻ്റാണ്. ഡോക്യുമെൻറ്റുകളുടെ കൂട്ടത്തിൽ എഴുതാൻ പറ്റുന്നതിൽ വെച്ച് ഏറ്റവും എളുപ്പത്തിൽ എഴുതാൻ പറ്റുന്ന ഡോക്യുമെൻ്റാണ് വില്ല് എന്ന് പറയുന്നത്, അഥവാ വസിയത്ത് എന്ന് പറയുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അത് ലോ കോസ്റ്റാണ്. അതിൻ്റെ ചിലവ് വളരെ ചുരുങ്ങിയ ചിലവാണ്. അഥവാ നിലവിൽ 500 രൂപ മാത്രമാണ് ഒരു വിൽപത്രം എഴുതാൻ, അത് രജിസ്റ്റർ ചെയ്യാൻ നമുക്ക് ചിലവ് വരുന്നത്. അതുപോലെ തന്നെ അതിന് മറ്റു ഡോക്യുമെൻറ്റുകളെ അപേക്ഷിച്ച്, അഥവാ ഭാഗപത്രം, തീരാധാരം, ധനനിശ്ചയാധാരം, അഥവാ സെറ്റിൽമെൻറ്റ് ഡീഡ്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ആധാരങ്ങളെ അപേക്ഷിച്ചുകൊണ്ട് വസിയത്ത് എഴുതുമ്പോൾ വളരെ ചുരുങ്ങിയ പണം മാത്രമാണ് ചെലവഴിക്കേണ്ടി വരുന്നത്. അതേ സമയത്ത് നേരത്തെ ഞാൻ പറഞ്ഞ ധനനിശ്ചയാധാരം, സെറ്റിൽമെൻറ്റ് ഡീഡ്, ജന്മം തീരാധാരം, അതുപോലെ ദാനാധാരം, ഗിഫ്റ്റ് ഡീഡ്, ഇതൊക്കെ എഴുതുമ്പോൾ അതിൻ്റെ ഡോക്യുമെൻ്റ് എഴുതുന്ന സമയത്ത് അതിൻ്റെ ഡോക്യുമെൻറ്റിൽ പറഞ്ഞിരിക്കുന്ന ഫെയർ വാല്യൂ നോക്കണം. അതുപോലെ തന്നെ അതിൻ്റെ സ്റ്റാമ്പ്, അതനുസരിച്ച് സ്റ്റാമ്പ് പേപ്പർ വാങ്ങണം. അത് എഴുതുന്നതിന് പ്രത്യേകമായ കൂലി, നമ്മൾ ഫീസ് കൊടുക്കണം. ഇങ്ങനെ തുടങ്ങിയിട്ട് ഒട്ടനവധി ചെലവ് വരാറുണ്ട്. അതേ സമയത്ത് വിൽപത്രം എന്ന് പറയുന്നത് വളരെ എളുപ്പത്തിൽ എഴുതാൻ പറ്റുന്ന ലോ കോസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും നല്ല സുഗമമായി എഴുതാൻ പറ്റുന്ന ഒരു ഡോക്യുമെൻ്റാണ് അഥവാ വിൽപത്രം, വസിയത്ത് എന്ന് പറയുന്നത്. മറ്റു ഡോക്യുമെൻറ്റുകളെ അപേക്ഷിച്ചുകൊണ്ട്, അഥവാ ധനനിശ്ചയാധാരം, ഗിഫ്റ്റ് ഡീഡ്, ദാനാധാരം, ജന്മം തീരാധാരം, ഇങ്ങനെയുള്ള ഡോക്യുമെൻറ്റുകളൊക്കെയും എഴുതി കൊടുക്കുന്ന സമയത്ത് തന്നെ ആർക്കാണോ എഴുതി കൊടുക്കുന്നത് അവരുടെ പേരിലേക്ക് എത്തും. അതേസമയം വിൽപത്രം എന്ന് പറയുന്നത് വസിയത്ത് വില്ല് എന്ന ഡോക്യുമെൻ്റ് അത് എഴുതുന്ന സമയത്ത് എഴുതി കൊടുക്കുന്ന വ്യക്തിയുടെ കാലശേഷം മാത്രമാണ് തൻ്റെ ആർക്കാണോ എഴുതി കൊടുക്കുന്ന അവരുടെ പേരിൽ എത്തുകയുള്ളൂ എന്നതാണ് മറ്റുള്ള ഡോക്യുമെൻറ്റുകൾ അപേക്ഷിച്ചുകൊണ്ട് വില്ലിന് ഒരു പ്രത്യേകതയായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. മാത്രവുമല്ല, മറ്റൊരു പ്രധാനപ്പെട്ട സംഗതി, ഒരു പ്രാവശ്യം എഴുതിയത് അത് അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് ഇതിനെ റദ്ദ് ചെയ്യാനുള്ള അവകാശമുണ്ട്. അതേസമയം സെറ്റിൽമെൻറ്റ് ഡീഡ്, ഗിഫ്റ്റ് ഡീഡ് അതൊക്കെയും റദ്ദ് ചെയ്യണമെങ്കിൽ അതിന് റദ്ദാധാരം എഴുതിയാൽ എന്ന് മാത്രമല്ല, അത് കോടതിയെ സമീപിച്ചുകൊണ്ടായിരിക്കണം അത് തൻ്റെ ഡോക്യുമെൻ്റ് ക്യാൻസലേഷനിലേക്ക് പോകേണ്ടി വരിക. ഗിഫ്റ്റ് ഡീഡ് എഴുതുകയാണെങ്കിൽ പോലും സ്വന്തമായിട്ട് പോയിട്ട് ഞാൻ ഇനി ദാനാധാരം കൊടുക്കുന്നില്ല, ഞാനത് ക്യാൻസൽ ചെയ്യുകയാണെന്ന് കരുതി അദ്ദേഹത്തിന് ഒരിക്കലും തന്നെ ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. അദ്ദേഹം അത് ക്യാൻസൽ ചെയ്യണമെങ്കിൽ അതിൻ്റെ സഫിഷ്യൻ്റ് ഗ്രൗണ്ട് കാണിച്ചുകൊണ്ട് കോടതിയെ സമീപിച്ചുകൊണ്ട് മാത്രമേ ഗിഫ്റ്റ് ഡീഡ് ക്യാൻസൽ ചെയ്യാൻ പറ്റുകയുള്ളൂ. അതേസമയം വസിയത്ത് ഒരാൾ ജീവിതകാലത്ത് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് തോന്നുകയാണ് ഞാനിനി എഴുതി വെക്കുന്നില്ല, ഞാനത് ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തിന് അത് ക്യാൻസൽ ചെയ്യാം. അതിന് കോടതിയെ സമീപിക്കേണ്ടതില്ല. യാതൊരു വിധത്തിലുള്ള ഒരു ബേർഡനും അദ്ദേഹത്തിന് മേലില്ല. അദ്ദേഹത്തിന് വേണമെങ്കിൽ ഒരു പ്രാവശ്യം എഴുതിയ ഡോക്യുമെൻ്റ് അത് വേണമെങ്കിൽ ക്യാൻസൽ ചെയ്യാം. മാത്രമല്ല, എത്ര തവണ വേണമെങ്കിലും അത് എഴുതുകയും റദ്ദ് ചെയ്യുകയും ചെയ്യാവുന്നതാണ്. എത്ര തവണ വേണമെങ്കിലും എഴുതാം, അത് റദ്ദ് ചെയ്യുകയും ചെയ്യാം. മറ്റൊരു പ്രധാനപ്പെട്ട സംഗതി, ഒരാൾ തൻ്റെ പ്രോപ്പർട്ടി മറ്റൊരാളുടെ പേരിൽ വസിയത്ത് എഴുതി വെച്ച ഡോക്യുമെൻ്റ് നിലനിൽക്കുന്നതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് വേണമെങ്കിൽ ആ പ്രോപ്പർട്ടി മറ്റൊരാൾക്ക് വിൽക്കാം. ആ വിൽപ്പന സാധുവാണ്, അതിന് ഒരു വാലിഡാണ്, ഒരു കുഴപ്പവും ഇല്ലതാണ്.
ഇനി ഒരാൾ ഒരു പ്രാവശ്യം എഴുതി വെച്ചു, ഒരു ഡോക്യുമെൻ്റ്, ഒരു വിൽപത്രം, ഒരു വസിയത്ത് നാമം എഴുതി വെച്ചു. ആ വസിയത്ത് നാമം എഴുതി വെച്ച് രണ്ടാമതായിട്ട് അതേ പ്രോപ്പർട്ടി, അതേ റീസർവേയിലുള്ള അതേ പ്രോപ്പർട്ടി അദ്ദേഹം മറ്റൊരാൾക്ക് എഴുതി കൊടുക്കുന്നു. എന്നാൽ ആദ്യം എഴുതിയത് ക്യാൻസൽ ആവുകയും രണ്ടാമത്തത് നിലവിൽ വാലിഡായി മാറുകയും ചെയ്യും. പക്ഷേ ഇതൊക്കെയും ഈ എഴുതി വെച്ച വ്യക്തിയുടെ കാലശേഷം മാത്രമാണ് വാലിഡായി അദ്ദേഹത്തിൻ്റെ ആർക്കാണോ എഴുതി കൊടുത്തത് അവരുടെ പേരിലേക്ക് നീങ്ങുകയുള്ളൂ എന്ന് മാത്രം. മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം, ഏതെല്ലാം വസ്തുക്കളാണ് വിൽപത്രത്തിൽ ഉൾപ്പെടുത്താൻ പറ്റുക എന്നതാണ്. ഏത് ടൈപ്പ് വസ്തുക്കളെയും ഉൾപ്പെടുത്താം. ഉദാഹരണത്തിന് തൻ്റെ വീട് മറ്റൊരാൾക്ക് കൊടുക്കണമെന്ന് കരുതുകയാണ് തൻ്റെ കാലശേഷം, ഫ്ലാറ്റ്, അതുപോലെ പ്രോപ്പർട്ടി, അതുപോലെ ഫിക്സ്ഡ് ഡെപ്പോസിറ്റ്, അതുപോലെ കമ്പനി ഷെയർ, ഇതൊക്കെയും അദ്ദേഹത്തിനക്ക് തൻ്റെ കാലശേഷം ഇന്ന ആൾക്ക് ലഭിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി, നിശ്ചയത്തോടു കൂടി എഴുതി വെച്ചാൽ അത് വാലിഡാണ്. അതിന് യാതൊരു കുഴപ്പവും ഇല്ല എന്നതാണ് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ വിൽപത്രം എഴുതുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, എഴുതുന്ന സമയത്ത് ഈ താൻ ആർക്കാണോ എഴുതി വെക്കുന്നത് ആ എഴുതി വെക്കുന്ന സമയത്ത് അതിൻ്റെ ഇടയിൽ ഒരു മധ്യസ്ഥനെ കൂടി ഉൾപ്പെടുത്തുകയും ആ മധ്യസ്ഥന് മുഖാന്തരം ഞാൻ ഇന്ന ആൾക്ക് എഴുതി കൊടുത്തു എന്നുകൂടി ഒരു മധ്യസ്ഥനെ കൂടി ഉൾപ്പെടുത്തുകയാണെങ്കിൽ ആ ഡോക്യുമെൻറ്റിന് ഒന്നുകൂടി ബലമുണ്ടാവുകയും അതിന് സംശയിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവാതിരിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഒരു മധ്യസ്ഥനെ ഇത്തരം ഡോക്യുമെന്റ്സ് എഴുതുന്ന സമയത്ത് അതിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. മാത്രമല്ല രണ്ട് സാക്ഷികളെയും ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. ഒന്നാമത്തെ സാക്ഷി ഒരു ഡോക്ടറും രണ്ടാമത്തെ സാക്ഷി ഒരു അഡ്വക്കേറ്റുമായാൽ ലീഗൽ വിഷയങ്ങളിലെ ക്ലാരിഫിക്കേഷനുള്ള ഒരു അഡ്വക്കേറ്റിനെയും, അതുപോലെ അദ്ദേഹം മരണാസന്ന സമയത്ത് എഴുതി വെക്കുന്നതാണെങ്കിൽ ഒരു ഡോക്ടറുടെ സാന്നിധ്യത്തോടു കൂടി എഴുതി വെച്ചാൽ ആ ഡോക്യുമെന്റിന് കൂടുതൽ ജെന്യൂനിറ്റിയും അതുപോലെ തന്നെ ആ ഡോക്യുമെന്റിന് ഒരു സാധുത കൂടുതൽ കൽപ്പിക്കാനും സാധിക്കുന്നതാണ്. 3 രൂപത്തിൽ ഒരാൾക്ക് വിൽപത്രം എഴുതി കൊടുക്കാൻ പറ്റും. ഒന്നാമത്തെ രൂപം, താൻ എഴുതി വെച്ച ഡോക്യുമെന്റ് താൻ എഴുതി വെച്ച ഡോക്യുമെന്റ് അത് രജിസ്റ്റർ ചെയ്യുക എന്നതാണ്. ഇന്ത്യൻ രജിസ്ട്രേഷൻ ആക്ട് 17 പ്രകാരം കമ്പൽസറിയായി രജിസ്റ്റർ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് സവിസ്തരം അവിടെ പ്രതിപാദിച്ചിട്ടുണ്ട്. ഉദാഹരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഗിഫ്റ്റ് ഡീഡ്, സെറ്റിൽമെന്റ് ഡീഡ്, ജന്മം തീരാധാരം, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഡോക്യുമെന്റുകളൊക്കെയും നിർബന്ധമായിട്ടും രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. അതേസമയത്ത് ഇന്ത്യൻ രജിസ്ട്രേഷൻ ആക്ട് 49 പ്രകാരം വിൽപത്രം രജിസ്റ്റർ ചെയ്യുക എന്ന് പറയുന്നത് ഓപ്ഷനബിൾ ആണ്. വേണമെങ്കിൽ രജിസ്റ്റർ ചെയ്യാം, ചെയ്യാതിരിക്കാം. രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞാൽ അതിന് കൂടുതൽ വാല്യൂ ഉണ്ടായിരിക്കുമെന്ന് മാത്രമേ ഉള്ളൂ. അത് ഓപ്ഷനബിൾ ആണ്. ഇതാണ് ഒരു പ്രധാനപ്പെട്ട സംഗതി. രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. ചിലപ്പോൾ മരണാസന്നയിൽ കിടക്കുന്ന സമയത്ത് എഴുതി വെക്കുമ്പോൾ വേണമെങ്കിൽ സബ് രജിസ്ട്രാറെ തൻ്റെ വീട്ടിലേക്ക് വിളിച്ചു വരുത്താവുന്നതാണ്. ഈ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് മാത്രമല്ല, രജിസ്റ്റർ ഓഫീസിൽ പോയാലും ഇല്ലെങ്കിലും 2 സാക്ഷികളെ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. ഇങ്ങനെ തുടങ്ങി ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അതുപോലെ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് അദ്ദേഹം രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് രജിസ്റ്റർ ഓഫീസിലേക്ക് പോകണം. അദ്ദേഹം ആരോഗ്യമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ രജിസ്റ്റർ ഓഫീസിലേക്ക് പോകണം. ഓഫീസിലേക്ക് പോയി അദ്ദേഹം അവിടെ സ്വതാല്പര്യത്തോടു കൂടി മറ്റുള്ളവരുടെ സ്വാധീനം ഇല്ലാതെ അദ്ദേഹം സ്വയം പോയി രജിസ്റ്റർ ചെയ്ത് അതിൽ ഒപ്പിടുമ്പോൾ, സൈൻ വെക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു പേപ്പർ കടലാസിൽ എഴുതി തലയണക്കടിയിൽ വെക്കുന്നതിനേക്കാളിലും കൂടുതൽ ജെന്യൂനിറ്റിയും അതിലൊരു ഫ്രോഡോ ചതിയോ ഇല്ല എന്ന് കോടതിക്കോ അല്ലെങ്കിൽ തർക്ക വിഷയമാകുമ്പോൾ അത് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. അതുകൊണ്ട് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് അത് രജിസ്റ്റർ ഓഫീസിൽ പോവുകയും 2 സാക്ഷികൾ ഉൾപ്പെടുത്തുകയും അതിൽ സൈൻ ചെയ്യുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ താല്പര്യത്തിൽ തന്നെയാണ് തൻ്റെ പ്രോപ്പർട്ടി തൻ്റെ കാലശേഷം ആർക്ക് നൽകണമെന്ന നിശ്ചയത്തോടു കൂടി നൽകുന്നത് എന്ന് മനസ്സിലാക്കിയെടുക്കാൻ അത് വളരെ ഉപകാരപ്രദമാണ്. മാത്രമല്ല, ഇങ്ങനെ രജിസ്റ്റർ ചെയ്യുമ്പോഴുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ബെനഫിറ്റ് എന്ന് പറയുന്നത്, താൻ എഴുതി വെച്ച ഡോക്യുമെൻ്റ് ഏത് സമയത്തും മോഷ്ടിക്കപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. എഴുതി വെച്ച ഡോക്യുമെൻ്റ് രജിസ്റ്റർ ചെയ്ത് വെച്ചാൽ, ആ രജിസ്റ്റർ ചെയ്താൽ അത് നഷ്ടപ്പെട്ടു പോയാലും അതിൻ്റെ സർട്ടിഫൈഡ് കോപ്പി നമുക്ക് രജിസ്റ്റർ ഓഫീസിൽ നിന്ന് എടുക്കാൻ പറ്റും. ഇത് ഒരാൾ തൻ്റെ താല്പര്യത്തിൽ എഴുതി വെച്ച പ്രോപ്പർട്ടിയുടെ ഫോട്ടോകോപ്പി മാത്രം, ഡോക്യുമെൻറ്റിൻ്റെ ഫോട്ടോകോപ്പിയാണ്
കോപ്പിയാണ് കയ്യിലുള്ളത്, ഒറിജിനൽ നഷ്ടപ്പെട്ടു പോയി, അതിനൊരു വാല്യൂ ഇല്ല. അതേസമയത്ത് എഴുതി വെക്കുകയും അത് രജിസ്റ്റർ ചെയ്യുകയും ചെയ്താൽ തീർച്ചയായിട്ടും അതൊരു വാലിഡ് ഡോക്യുമെൻ്റായി മാറുകയും ചെയ്തു. നഷ്ടപ്പെട്ടു പോയാലും ഏത് സമയത്തും രജിസ്റ്റർ ഓഫീസിൽ പോയിട്ട് നമുക്കതിൻ്റെ സർട്ടിഫൈഡ് കോപ്പി പകർപ്പെടുത്തിട്ട് അതൊരു ഒരു ജെന്യൂനിറ്റി ആയിട്ട്, ഒരു റെക്കോർഡിക്കലായിട്ട് നമുക്കത് കൊണ്ടു നടക്കാനും പറ്റും. മറ്റൊരു പ്രധാനപ്പെട്ട ബെനഫിഷ്യൽ പാർട്ട് എന്ന് പറയുന്നത്, ഒരാൾ തൻ്റെ വെള്ളക്കടലാസിൽ എഴുതി വെച്ചു ഇന്ന ആൾക്ക് ഇന്ന ആളുകൾക്ക് പ്രോപ്പർട്ടി തൻ്റെ താല്പര്യത്തിൽ ഞാൻ അല്ലെങ്കിൽ ആർക്ക് നൽകണമെന്ന നിശ്ചയത്തോടു കൂടി എഴുതി വെച്ചാൽ അത് അദ്ദേഹത്തിൻ്റെ മരണശേഷമാണ് അത് രജിസ്റ്റർ ചെയ്യുന്നത് എങ്കിൽ ഒരുപാട് ക്രൈറ്റീരിയകളും ഒരു പ്രൊസീജിയറുകളും കടന്നു പോകേണ്ടതുണ്ട്. ഉദാഹരണത്തിന് മരണപ്പെട്ടു പോയ വ്യക്തിയുടെ ഒരു വെള്ളക്കടലാസിൽ എഴുതി വെച്ചത് അത് മരണശേഷം അവകാശികൾ കൊണ്ടുപോയി രജിസ്റ്റർ ചെയ്യുമ്പോൾ ഒന്നാമത്തത് ഗസറ്റഡിൽ വരുത്തുകയും രണ്ടാമത്തത് അവരുടെ സ്റ്റേറ്റ്മെൻ്റ് എടുക്കുകയും അതുപോലെ അത് സബ് കളക്ടർക്ക് അത് ബോധ്യപ്പെടുകയും ജെന്യൂനിറ്റി ബോധ്യപ്പെടുകയും ഒക്കെ ചെയ്യേണ്ടതുണ്ട്. അതേസമയത്ത് താൻ ഒരു എഴുതി വെക്കുകയാണെങ്കിൽ അദ്ദേഹം അത് കുറഞ്ഞ ലോ കോസ്റ്റിൽ തന്നെ പോയി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ തൻ്റെ അവകാശികൾക്ക് ആ പകർപ്പെടുത്തുകൊണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ ഒറിജിനൽ കോപ്പി എടുത്തുകൊണ്ടോ ഒറിജിനൽ ഡോക്യുമെൻ്റ് എടുത്തുകൊണ്ട് നേരെ വില്ലേജ് ഓഫീസിൽ പോയിട്ട് അതിനെ മ്യൂട്ടേഷൻ നടത്തി ജമതിരിവ് നടത്തി അതിന് ലാൻഡ് ടാക്സ് അടുക്കലോടുകൂടി എന്ന് പറഞ്ഞാൽ മരണപ്പെട്ടു പോയ വ്യക്തിയുടെ ഡെത്ത് സർട്ടിഫിക്കറ്റുമായി ഈ പറയപ്പെട്ട ഡോക്യുമെൻറ്റുമായി വില്ലേജ് ഓഫീസിൽ പോവുകയും വില്ലേജ് ഓഫീസിൽ പോയി അതിനെ മ്യൂട്ടേഷൻ എന്ന് പറയും, അതിനെ ജമതിരിവ് നടത്തി ലാൻഡ് ടാക്സ് അടിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പേരിലേക്ക് ആ പ്രോപ്പർട്ടി വരികയും അത് പൂർണ്ണമായിട്ടും ഇദ്ദേഹത്തിൻ്റെ പേരിലേക്ക് ഓണർഷിപ്പ് മാറുകയും ചെയ്യുമെന്നതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. മറ്റൊരു പ്രധാനപ്പെട്ട സംഗതി, ഡോക്യുമെൻ്റ് തൻ്റെ കയ്യിലുണ്ട് എന്നത് കരുതി ഒരിക്കലും തൻ്റെ പ്രോപ്പർട്ടി ഈ മരണശേഷം തന്നെ തൻ്റെ പേരിലേക്ക് വരികയില്ല. മറിച്ച് ഈ വാലിഡ് ഡോക്യുമെൻ്റ്, രജിസ്റ്റേർഡ് ഡോക്യുമെൻ്റ് ആണെങ്കിൽ രജിസ്റ്റേർഡ് ഡോക്യുമെൻറ്റും ഈ മരിച്ച വ്യക്തിയുടെ ഡെത്ത് സർട്ടിഫിക്കറ്റും അത് രണ്ടും കൊണ്ടുപോയി മ്യൂട്ടേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സിങ് നടക്കേണ്ടതുണ്ട്. അത് ധനനിശ്ചയാധാരാണെങ്കിലും സെറ്റിൽമെൻറ്റ് ഡീഡ് ആണെങ്കിലും ഗിഫ്റ്റ് ഡീഡ് ആണെങ്കിലും ഏത് ഡോക്യുമെൻ്റ് ആണെങ്കിലും മ്യൂട്ടേഷൻ എന്ന പ്രോസസ്സിങ് നിർബന്ധമാണ്. ആ മ്യൂട്ടേഷൻ ജമതിരിവ് നടത്തുമ്പോൾ മാത്രമാണ് അദ്ദേഹത്തിൻ്റെ പേരിലേക്ക് പ്രോപ്പർട്ടി വരികയുള്ളൂ. രജിസ്റ്റർ ഓഫീസിൽ പോയി സൈൻ ചെയ്തുകൊണ്ട് മാത്രം അദ്ദേഹത്തിൻ്റെ പേരിലേക്ക് ആവുകയില്ല. എല്ലാ ഡോക്യുമെൻറ്റിനും മ്യൂട്ടേഷൻ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. നമ്മൾ രജിസ്റ്റർ ഓഫീസിൽ പോയി രജിസ്റ്റർ ചെയ്ത് ആ ഡോക്യുമെൻറ്റുമായി നമ്മൾ വില്ലേജ് ഓഫീസിൽ പോകുന്നു, എന്നിട്ട് അവിടെ മ്യൂട്ടേഷൻ നടത്തി അതിൻ്റെ ശേഷമാണ് ലാൻഡ് ടാക്സ് അടക്കുന്നത്. ഇതേ ഒരു പ്രോസസ്സിംഗ് ആണ് നമ്മുടെ വിൽപത്രം ഡോക്യുമെൻ്റ്. രജിസ്റ്റേർഡ് ഡോക്യുമെൻ്റ് ആണെങ്കിൽ അത് നേരെ കൊണ്ടുപോയി മരണപ്പെട്ട വ്യക്തിയുടെ വസിയത്ത് എഴുതി വെച്ച അദ്ദേഹത്തിൻ്റെ ഡെത്ത് സർട്ടിഫിക്കറ്റുമായിട്ട് ലെഗറ്റി ആരുടെ പേരിലാണോ എഴുതി വെച്ചത് ആ ലെഗറ്റി വില്ലേജ് ഓഫീസിൽ പോയിട്ട് മ്യൂട്ടേഷൻ നടത്തി അതിന് ലാൻഡ് ടാക്സ് അടച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പ്രോസസ്സിങ് പൂർണ്ണമായി കഴിയുകയും ഇദ്ദേഹത്തിൻ്റെ പേരിൽ പ്രോപ്പർട്ടി ആവുകയും ഓണർഷിപ്പ് അദ്ദേഹത്തിൻ്റെ പേരിലേക്ക് ആവുകയും ചെയ്യുമെന്നതാണ്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു പ്രൊസീജിയറാണ് വിൽ അഥവാ വിൽപത്രത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡോക്യുമെൻറ്റിൻ്റെ പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഇനി തൻ്റെ മൂന്നാമത്തെ രൂപം എന്ന് പറയുന്നത്, തൻ്റെ പ്രോപ്പർട്ടി ആർക്ക് നൽകണമെന്നത് നിശ്ചയത്തോടു കൂടി അദ്ദേഹം എഴുതി വെക്കുമ്പോൾ ആർക്കാണോ നൽകപ്പെടുന്നത് ആ ലെഗറ്റി അത് രഹസ്യ സ്വഭാവത്തിലായിരിക്കണം താൻ എഴുതേണ്ടത് എന്ന താല്പര്യമുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ജില്ലാ രജിസ്റ്റർ ഓഫീസിൽ പോവുകയും ഒരു എൻവലപ്പിലാക്കുകയും എന്നിട്ട് കവറിലാക്കി അത് സീൽ ചെയ്ത് അദ്ദേഹത്തിന് വേണമെങ്കിൽ ജില്ലാ രജിസ്റ്റർ ഓഫീസിൽ അത് സൂക്ഷിക്കുകയും രജിസ്റ്റർ ചെയ്യുകയും ചെയ്യാവുന്നതാണ്. ഇങ്ങനെ 3 രൂപത്തിലാണ് രജിസ്ട്രേഷൻ പ്രോസസ്സിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള രൂപമെന്ന് പറയുന്നത്. ഇങ്ങനെ 3 രൂപങ്ങളാണ് ഞാനിവിടെ വിശദീകരിച്ചിട്ടുള്ളത്. ഏറ്റവും നല്ലത് ഈ ലോ കോസ്റ്റിൽ വളരെ കുറഞ്ഞ പണം ഉപയോഗപ്പെടുത്തി ആരുടെ പേരിലാണോ നമ്മൾ എഴുതി വെക്കുന്നത് അത് രജിസ്റ്റർ ഓഫീസിൽ പോവുകയും അത് നമ്മൾ സൈൻ ചെയ്ത് രജിസ്റ്റർ ചെയ്യുകയും ചെയ്താൽ നഷ്ടപ്പെട്ടു പോകുന്നതോ മോഷ്ടിക്കപ്പെട്ടു പോകാൻ സാധ്യതയുള്ളതുകൊണ്ട് മോഷ്ടിക്കപ്പെട്ടു പോകുന്നതോ യാതൊരു വിധത്തിലുള്ള ഒരു അഭിപ്രായ വ്യത്യാസങ്ങൾക്കോ ഇല്ലാത്ത വിധത്തിൽ ഏറ്റവും നല്ല രീതിയിൽ 2 സാക്ഷികൾ ഉൾപ്പെടുത്തി, ഒന്ന് അഡ്വക്കേറ്റും ഒന്ന് ഡോക്ടറെയും ഉൾപ്പെടുത്തി എഴുതി വെക്കുകയാണെങ്കിൽ അത് രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ വാലിഡ് ഡോക്യുമെൻ്റ്. ഈ ഡോക്യുമെൻ്റ് ഒരിക്കലും തന്നെ കാലശേഷം മറ്റു അവകാശികൾക്കോ അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും ചോദ്യം ചെയ്യാൻ പറ്റാത്ത രൂപത്തിൽ ഏറ്റവും നല്ലൊരു വാലിഡ് ഡോക്യുമെൻ്റ് ആക്കി മാറ്റാവുന്നതാണ്. താങ്ക് യു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.